ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം PVR ലുലുവിൽ ഒരു പ്രേതപ്പടം ഇറങ്ങി. അപ്പോൾ അത് കാണാൻ പോകുന്നതിൻ്റെ മേളമാണ് ഞാൻ ഇവിടുന്ന് കാണിക്കുന്നത്. അതിൻ്റെ പട്ടിഷമാണ് ഗൈസ്. അപ്പം പോകാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല, ഹസ്ബൻഡുണ്ട്, ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പുള്ളി ഓൺ ദ വേ ആണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? ഇത് 150 രൂപയുടെ ഷർട്ടാണ് ഗൈസ്, അല്ല ഉടുപ്പാണ് ഗൈസ്. ഇതൊരു സ്ഥലത്തുനിന്ന് മേടിച്ചതാണ്. റേറ്റ് കണ്ട അപ്പോഴേ എടുത്തു. പക്ഷേ ഇത്രയും ക്യൂട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ക്യൂട്ടല്ല, ഇടുമ്പോൾ ഒരു നല്ല സുഖമുണ്ട്, കാറ്റൊക്കെ കയറുന്നുണ്ട് ഗൈസ്. പിന്നെ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, കാരണം ഒത്തിരി മേക്കപ്പും സ്കിൻ കെയർ ഒന്നും വേണ്ട, ദൂരത്ത് പോവുക. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒത്തിരി ടൈം എടുക്കും, 1.5 മണിക്കൂർ എടുക്കും എന്തായാലും ബൈക്കിൽ. അപ്പോൾ ട്രാവൽ ചെയ്ത് എന്തായാലും കാറ്റും പൊടിയൊക്കെ കൊണ്ടാണ് അങ്ങ് എത്തുന്നത്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഇട്ട് ഒലിച്ചിറങ്ങി വിയർത്ത് പോവേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഫേവററ്റ് സൺസ്ക്രീൻ അതാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്, ഡോട്ട് ആൻഡ് കീട. എപ്പോഴും അത് തന്നെ ഇടുന്നത്. SPF 50++++. നല്ലതാണ് ഗൈസ്. തീരാറായി. കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച്. മുഖത്തെ കുത്തും കൊമ്മയൊക്കെ ചെറുതായിട്ടൊന്ന് ഹൈഡ് ചെയ്യാനാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ, ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ പോവും. പിന്നെ ഒരു സമാധാനത്തിന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം അല്പം ഇടുന്നു എന്നേ ഉള്ളൂ, വളരെ കുറച്ച്. കണ്ടോ? പിന്നെ ഒന്ന് കണ്ണെഴുതിയിട്ടുണ്ട്, പൊട്ടിട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പോഴാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ കാണുന്നത്. നല്ല കമ്മലിട്ടിട്ടുണ്ട്, കമ്മൽ കൊള്ളാവും ഗൈസ്, ഇതും പുതിയതാണ്. അപ്പോൾ മുടി ഒന്ന് സ്മൂത്ത് ചെയ്ത് വളർന്നു തുടങ്ങിയപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുമ്പം സ്ട്രൈറ്റ്നർ വെച്ചൊന്ന് അയൺ ചെയ്യുമ്പോൾ ഒന്ന് സെറ്റാവും. അത് കുറേ നേരമൊക്കെ കിടക്കും, ഒത്തിരി കിടക്കുമെന്ന് പറയുന്നില്ല, പക്ഷേ ഒത്തിരി നേരമൊക്കെ കിടക്കും. ഞാൻ സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറ്. ബ്ലോ ഡ്രയർ ഉണ്ടായിരുന്നത് അടിച്ചു പോയി. അപ്പോൾ അടിച്ചു പോയതുകൊണ്ട് ഇപ്പം വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ മെയിൻ ഹോബി. ഇത് വെച്ച് തന്നെ അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. ഇതിപ്പം കാണുന്ന പ്രതീക്ഷിക്കേണ്ട, ചെയ്തു വരുമ്പോൾ നല്ലതായിരിക്കും ഗൈസ്. ഞാൻ ഒരുപാട് നേരത്തെ എൻ്റെ പരീക്ഷണത്തിൻ്റെ ഫലമായി അവസാനത്തെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ഞെട്ടാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു റിസൾട്ടുണ്ട്, അതാ പറഞ്ഞത്. കണ്ടില്ലേ? എപ്പോൾ വീഡിയോ എടുത്താൽ ഇത് ഇങ്ങനെ പിന്നിക്കൂടെ പോകുന്നത് പുള്ളിയുടെ ഒരു ഹോബിയാണ്. എന്നാൽ നിന്ന് 2 ഡയലോഗൊക്കെ പറഞ്ഞ് പട്ടിഷ കാണിച്ചിട്ട് പറഞ്ഞാൽ അതും പറ്റത്തില്ല. എന്നാൽ എൻ്റെ പിന്നിക്കൂടെ പോവുകയും ചെയ്യും. ഇത്രയും വഴി ഇടുന്നാലും പുള്ളി ഇതിലേക്കൂടെ പോകുന്നത് പോകണുണ്ടോ? അപ്പോൾ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു അരമണിക്കൂർ കണ്ണാടിയുടെ മുന്നേ ഞാൻ ഇങ്ങനെ കറങ്ങാറുണ്ട് ഗൈസ്. എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട്, ഇത് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ, ഇത് കഴിഞ്ഞിട്ട് ഇനി കണ്ണാടിയുടെ മുന്നിൽ പോയി ഒത്തിരി നേരം ഞാൻ കറങ്ങും. ഇങ്ങനെ കറങ്ങി ആറ്റിറ്റ്യൂഡ് ചിരിച്ച്, എന്താണെന്ന് എനിക്കും അറിയില്ല. ഞാനിങ്ങനെയൊക്കെ കുറേ നേരം കാണിക്കും. പുള്ളി റെഡി ആവണം. അപ്പം ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാണ്, വേറെ ഒന്നുമല്ല. വണ്ടി പോകുമ്പോൾ പറന്ന് കുരുങ്ങാതിരിക്കുക. ഇത് ഇങ്ങനെ ചുരുട്ടിയാണ് വെച്ചേക്കുന്നത്, അപ്പോൾ അത് ഒത്തിരി അങ്ങ് വളഞ്ഞു കൊണ്ട് ഇരിക്കുന്ന ഒരു രീതിയിലാണ്. വെയിലടിച്ചപ്പോൾ നല്ല ഭംഗിയില്ല ഗൈസ്. വെയിലടിക്കുമ്പോൾ എൻ്റെ മേക്കപ്പ് സൂപ്പറാണ്. ഒരാളവിടെ റെഡിയായി അക്ഷമനെ കാത്തിപ്പോണ്ട്. ദേഷ്യത്തിലാണോ കലിപ്പിലാണോ ഒന്നും അറിയത്തില്ല. ടാറ്റയൊക്കെ കാണിച്ചു. ഓക്കെ, ദേഷ്യമില്ല. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവിന് മാത്രം ട്രിവാൻഡ്രം പോയി ഇത്രയും വലിയ നല്ല റോഡൊക്കെ ഉണ്ടായാലും പുള്ളി ഇതുപോലത്തെ ഊട് വഴിയൊക്കെ കയറി, ഞാൻ പോലും കണ്ടിട്ടുള്ളത് വഴികളിലൊക്കെ കൂടെയാണ് എൻ്റെ ഭർത്താവ് പോകുന്നത്. മറ്റേ വർക്കല, ഇതെന്താ സ്ഥലം? ഇത് മറ്റേ കോട്ടയല്ലേ, എന്തോ ഒരു കോട്ട, അഞ്ചുതെങ്ങ് കോട്ട. ഇതിൻ്റെ മുന്നിൽ കൂടെയൊക്കെ പോയി. ഇത് കാണാൻ എനിക്ക് ഓർമ്മ വന്നു, പണ്ട് ലൈനടിച്ച സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ഗൈസ്. ഇത് കുടുംബക്കാരൊക്കെ കാണുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് അറിയില്ല, എന്നാലും പറയുക. എന്നാലും ഞങ്ങൾ ഒരു ഓർമ്മകൾ. പിന്നെ പുള്ളിയുടെ കൂടെ പോകുമ്പോൾ എപ്പോഴാണ് ജീവൻ പോകാന്നുള്ളത് ഒരു ഒരു മുൾമുനയിലാണ്. പോകുന്ന വഴിക്ക് എപ്പോഴായാലും നല്ല സൺസെറ്റില്ലേ, നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരത്തെ ഞങ്ങൾ ഇറങ്ങിയത്. ഇടയ്ക്കൊക്കെ അമ്മേ എന്നൊരു സൗണ്ട് ഞാൻ അറിയാതെ ഉണ്ടാക്കാറുണ്ട്. പുള്ളി വളരെ അതിസാഹസികമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാറ്. ഞങ്ങൾ 2 ലോറിയുടെയൊക്കെ നടുക്കൂടെ. ഈ വീട് കണ്ടോ ഗൈസ്? മുതുക്ക് വീട്. ഇത് ഏതോ കോടീശ്വരൻ്റെ വീടാണ്. നമ്മൾ ട്രിവാൻഡ്രം പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഞങ്ങളെപ്പോൾ ഈ വീട് കണ്ടാലും അന്തം പൊളിച്ച് നിൽക്കാറുണ്ട്. നേരത്തെ ഇറങ്ങിയെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ വളരെ ലേറ്റായതുകൊണ്ടും ഒട്ടും ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടും ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഒരു 100 മീറ്റർ ദൂരെ എത്തിയിട്ട് ഞങ്ങൾ ഒരുപാട് പെട്ടുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ ഒരു 10-20 മിനിറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ വന്നു, അകത്ത് കയറി, പാർക്കിങ്ങിൽ കയറി, ടിക്കറ്റ് എടുത്തു, നേരെ അകത്തേക്ക് പോയി, വണ്ടി പാർക്ക് ചെയ്തു. മുടി അഴിച്ചിട്ടുമ്പോൾ കൊള്ളല്ലേ, ഞാൻ പറഞ്ഞില്ല അത് അഴിച്ചിടുമ്പോൾ നല്ലതാണ്. നേരെ ഞങ്ങൾ വിശപ്പ് കാരണം പോയത് ഹൈപ്പറിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും തിന്നാൻ മേടിച്ചിട്ട് പോകാമല്ലോ എന്ന് വെച്ച്. കുറച്ചുകൂടെ അഫോർഡബിൾ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനം അതായിരുന്നു, ഇവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽപ്പുണ്ട്. പുള്ളിക്കാരനെടുക്കുമൊന്നും ഇഷ്ടപ്പെട്ടല്ല. ഞാൻ അവിടെ നിന്ന് ഒരു വെജ് സാലഡും എടുത്ത് ഒരു ബാൾ ഗ്രേപ്പും എടുത്തിട്ട് ഞാൻ ഇറങ്ങി. പുള്ളി അവസാനം ഒന്നും മേടിച്ചിട്ടില്ല. പുള്ളിക്ക് മയനൈസ് വേണമെന്ന് പറഞ്ഞു, ഒരു വട്ടം മയനൈസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല.
എന്നിട്ട് ഞങ്ങൾ ഇറക്കി ഡയറ്റാണ് ഗൈസ്. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കട്ട് ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ചിക്കൻ സാലഡ് ഇതൊക്കെ ചെറിയ സംഭവങ്ങളെ കഴിക്കാറുള്ളൂ. പ്രോട്ടീനൊക്കെ വേണമല്ലോ അല്ലേ. എന്നിട്ട് ഇതൊക്കെ തൂക്കിപ്പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാനിവിടെ വന്നിരുന്ന് ഫുഡ് കോർട്ടിൽ വന്നു ഫുഡ് കഴി തുടങ്ങി. പുള്ളി അവിടെ ചിക്കിങ്ങിൽ അടുത്ത മേടിക്കാൻ പോയിട്ടുണ്ട്. പുള്ളിക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞ് ബർഗർ മേടിക്കാനൊക്കെ പോയി ക്യൂ പോണ്ട് എന്താണെന്നറിയില്ല. ആ ടൈമിൽ ഞാൻ തീറ്റ തുടങ്ങി. ചെറിയ ക്വാണ്ടിറ്റി ഉള്ള ടിക്ക സലാഡായിരുന്നു. വളരെ നല്ല, അത്ര വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ബർഗർ ഇട്ടിപ്പോൾ അതും കഴിച്ചു. വേണ്ടെന്ന് പറഞ്ഞാൽ വിഷമാവില്ലേ, അതുകൊണ്ട് കഴിച്ചതാണ്. പിന്നെന്താ, പിന്നെ ഞാൻ കൊക്കക്കോളയ്ക്കും പെപ്സിക്കും ഒക്കെ എതിരാണ് ഗൈസ്. ഞാൻ ആകെപ്പാടെ കുടിക്കുന്നത് ഈ സാധനം മാത്രമാണ്, ബാൾ ഗ്രേപ്പ്. ഇത് കുടിച്ചാരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. കാരണം അത്രയ്ക്ക് ഞാൻ കുടിക്കുന്നുണ്ട്. എനിക്കറിയില്ല എത്ര, ഒരു 10-100 എണ്ണമെങ്കിലും ഇതിനോട് അത് ഇറങ്ങിയപ്പം തൊട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടോ, അത്രയ്ക്ക് എനിക്കിഷ്ടം. ബാക്കി വന്ന പെപ്സി വയറ്റിയ സ്ഥലമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുടിച്ച് തീർത്തിട്ട് പോകാമെന്നും പറഞ്ഞ് ഓടി കടന്ന് കുടിക്കുക പുള്ളി. അപ്പോഴത്തേക്ക് സിനിമ തുടങ്ങാൻ 5 മിനിറ്റേ ഉള്ളേക്ക് ഉള്ള സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ഓടി അങ്ങോട്ട് കയറാമെന്നും വെച്ചാൽ ഓടുന്നത് കേട്ടോ. നേരെ ചെന്നു. ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് അത്രയും ടൈം പോയി കിട്ടില്ല. നേരെ ചെന്നു. എത്രയൊക്കെ എന്താ പറയുക, മുന്നേ ചെന്നാലും അവിടുത്തെ വാഷ്റൂമിലൊന്ന് കയറുക എന്നുള്ളത് എൻ്റെ ഒരു ചടങ്ങാണ്. എനിക്കറിയില്ല, PVRലെ വാഷ്റൂമിൽ കയറി കണ്ണാടിയൊക്കെ നല്ല ക്ലീനാണ് ഗൈസ്. എനിക്കിങ്ങനെ കുറേ നേരം അതിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ നേരം ഒന്നും ഇല്ലായിരുന്നു, 5 മിനിറ്റേ ഉള്ളായിരുന്നു. എടുക്കുന്നതിൻ്റെ ഇടയ്ക്കും കിടന്ന് വിളിയായിരുന്നു, സിനിമ തുടങ്ങും ഓടി വാന്നും പറഞ്ഞ്. പക്ഷേ എത്ര വിളിച്ചിട്ടും കാര്യമില്ല, ഞാൻ വീഡിയോ ഫോട്ടോ എടുത്തിട്ടേ വരുള്ളൂ. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇവിടുത്തെ വാഷ്റൂം പൊളിയാണ് ഗൈസ്. എവിടെ പോയാലും വാഷ്റൂമിൽ ചാടിക്കയറുന്ന എൻ്റെ ഒരു സ്വഭാവം. ഇവിടെയാണ് നമ്മൾ സിനിമ കാണുന്നത്, 4DX പറ്റി നമ്മൾ പറയണ്ടല്ലോ, വളരെ സൂപ്പറല്ലേ. അത് ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഓടിപ്പിടിച്ച് വന്നിട്ടും അവിടെ തിയേറ്റർ തുറന്നിട്ടില്ല, അത് ഇപ്പം അങ്ങോട്ട് തുറന്നില്ല. അവിടെ പിന്നെ ഒരു 5 മിനിറ്റ് നിന്നിട്ട് നമ്മൾ കയറി കേട്ടോ. അപ്പോൾ തിയേറ്ററിലേക്ക് വന്നു. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ഒരു പകുതി പേരുണ്ടായിരുന്നു. ലൈക്ക് സിനിമ ഇറങ്ങി 2 ദിവസമായിട്ടുള്ളായിരുന്നു. അപ്പം പബ്ലിസിറ്റി ആയി തുടങ്ങുമ്പോഴത്തേക്കാണ് ഞങ്ങൾ വന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുണ്ടാവുമായിരിക്കും. പുള്ളി നേരത്തെ പോയി സീറ്റൊക്കെ ആക്കി. പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ 4DX പറ്റി പറയണ്ടല്ലോ ഗൈസ്. ഇത് എന്താ ഒരു വെറൈറ്റി സംഭവമല്ലേ. ഇത് നമ്മൾ ഇരിക്കുന്ന സിനിമയുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് സീറ്റ് മോഷൻ ഉണ്ടാവും. സീറ്റ് ഇങ്ങനെ അനങ്ങും, കുലുങ്ങും, പിന്നെ ഇടിമിന്നൽ വരും, കാറ്റ് വരും, മഴ വരും. അങ്ങനെ വെറൈറ്റി സംഭവമല്ലേ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഞങ്ങളിപ്പോൾ ഒരു 3-4 പടമായി. ആദ്യം കണ്ടത് അവതാറായിരുന്നു. ഏറ്റവും അടിപൊളി ഫീല് കിട്ടിയത് അതിനായിരുന്നു. പിന്നെ ചെറിയ ആക്ഷൻ ഫിലിംസൊക്കെ കാണാൻ സൂപ്പറാണ്. സീറ്റൊക്കെ കുലുങ്ങണോണ്ട് ഒരു പ്രത്യേക രസമാണ്. അത് നമുക്ക് വണ്ടർലേ പോയ ഫീലൊക്കെ കിട്ടും. അത്രയൊന്നും കിട്ടില്ല, ഒരു ഹൈപ്പിന് വേണ്ടി പറഞ്ഞതാണ്. എന്നാലും ഓക്കെയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മളെപ്പോഴും അനങ്ങാതിരുന്ന സിനിമ ആണെന്ന് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ സിനിമ തുടങ്ങി. ഇതായിരുന്നു നമ്മുടെ സിനിമ. ആദ്യം തന്നെ ഹൊററായിരുന്നു ഗൈസ്. ഹൊററല്ല, എന്നാലും ഹൊററാണ് എന്ന് പറയാം. അണ്ടിൽ ഡൗൺ എന്നായിരുന്നു സിനിമയുടെ പേര്. ലാസ്റ്റ് അത്ര പോരെങ്കിലും ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു, അത്യാവശ്യം പേടിപ്പിക്കുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ സാധനമൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു, വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട്. ഞങ്ങൾ ഹൈപ്പറിൽ പോയി കുറച്ച് സാധനം, എനിക്ക് സ്കിൻ കെയർ, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മേടിക്കണം തലയിൽ തേക്കാനായിട്ട്. പിന്നെ എനിക്ക് മറ്റേ സംഭവം വാങ്ങണമായിരുന്നു, മറ്റേ ഫേഷ്യൽ റൈസർ, അതൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലെത്തി. എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കാണ് അവിടെ. ഫോണും പിടിച്ചുകൊണ്ട് കിടന്നാൽ ഫോൺ തട്ടിയിടും, അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. അവസാനം ഇത് മുഹബത്ത് സർബത്തും അതും മേടിച്ച് കുടിച്ചുകൊണ്ട് വരികയാണ് ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്കത് ഇഷ്ടമല്ല, എനിക്കെൻ്റെ സ്മെല്ലും ഇഷ്ടമല്ല. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരുന്നു. ഇങ്ങോട്ട് കടപ്പുറം വഴി വന്നുകൊണ്ട് തിരിച്ച് ഞങ്ങൾ മെയിൻ റോഡ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ എവിടുത്തെ വീഡിയോ തീരുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ, ടാറ്റാ.